അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജസ്റ്റ് എ മിനിറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോയ്ക്കിലോതേർമ്സ് ആൻഡ് ഹോമിയോതേർമ്സ്. പോയ്ക്കിലോതേർമ്സ് അഥവാ കോൾഡ് ബ്ലഡഡ് അനിമൽസ്, സ്വന്തമായിട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തവരെയാണ് നമ്മൾ പോയ്ക്കിലോതേർമ്സ് എന്ന് വിളിക്കുന്നത്. എന്താണോ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ അത് തന്നെയായിരിക്കും അവരുടെ ബോഡി ടെമ്പറേച്ചർ, അല്ലാതെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചേഴ്സ് ഒന്നും അവർക്കില്ല. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഫിഷസും ആംഫിബിയൻസും റെപ്റ്റൈൽസും ഒക്കെ ഈ പോയ്ക്കിലോതേർമ്സ് എന്ന കാറ്റഗറിയാണ് വരുന്നത്. അതേസമയം ഹോമിയോതേർമ്സ് അഥവാ വാം ബ്ലഡഡ് അനിമൽസ് നമ്മളൊക്കെ, അപ്പൊ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റൈൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, ഏവ്സും മാമൽസും. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോയ്ക്കിലോതേർമ്സ് ആൻഡ് ഹോമിയോതേർമ്സ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ക്വസ്റ്റ്യൻ ആണ് കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും തമ്മിലുള്ള വ്യത്യാസം. കോൺട്രിക്ടൈസ് എന്ന് വെച്ചാൽ കാർട്ടിലേജിനസ് ഫിഷസ് ആണ്, അതായത് അവരുടെ എൻഡോസ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. അവരുടെ മൗത്തോ വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുക. ദേ ഹാവ് വെൻട്രൽ മൗത്ത്. അതുപോലെ അവർക്ക് കുഞ്ഞു മൈന്യൂട്ട് സ്കെയിൽസ് ആണുള്ളത്, വിച്ച് ഈസ് കോൾഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. അതുപോലെ അവർക്ക് എയർ ബ്ലാഡർ ഇല്ല, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് സ്വിമ്മിംഗ് ആണ്, അല്ലെങ്കിൽ അവർ താന്നു പോകും. അതുപോലെ അവർക്ക് ഒപ്പേർക്കുലം, ചെകിളയുടെ എവിടെയുള്ള അടപ്പ്, ആ ഗിൽ കവർ, ഒപ്പേർക്കുലം ഇല്ല. എന്നാൽ അതേസമയം ഓസ്റ്റിക്ടൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ബോണി ഫിഷസ് ആണ്. അവരുടെ എൻഡോസ്കെലിറ്റൻ ഉണ്ടായിരിക്കുന്നത് നമ്മളെ പോലെ തന്നെ ബോൺസ് കൊണ്ടാണ്. അവരുടെ മൗത്ത് അറ്റത്താണ് ഇരിക്കുന്നത്, ടെർമിനൽ മൗത്ത് ആണ്. അതുപോലെ അവർക്ക് ഒപ്പേർക്കുലവും ഉണ്ട്, എയർ ബ്ലാഡറും ഉണ്ട്. അവർക്ക് വലിയ സ്കെയിൽസ് ആണ്, അതിന്റെ പേര് സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്ന സ്കെയിൽസ് കൊണ്ടാണ് അവരുടെ ബോഡി കവർ ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്.